നമസ്കാരം. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ദാരുണമായ രാഷ്ട്രീയ അക്രമങ്ങളുടെ കറുത്ത ഏടുകളെന്നും സജീവമായി ചർച്ചയാവുകയാണ്. തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ദിവസം BJP പ്രവർത്തകനായ അവിജിത് സർക്കാരിനെ വെട്ടിക്കൊന്ന കേസിൽ 4 വർഷത്തോളമായി ഒളിവിൽ കഴിഞ്ഞിരുന്ന മുഖ്യപ്രതിയെ CBI ഒടുവിൽ പിടികൂടിയിരിക്കുന്നു. ഗോപാൽ ദാസ് എന്ന വിശാൽ പോളിനെ നോർത്ത് 24 പഗാനസ് ജില്ലയിലെ രഹസ്യ കേന്ദ്രത്തിൽ നിന്നാണ് CBI സംഘം സാഹസികമായി അറസ്റ്റ് ചെയ്തത്. രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ പേരിൽ ഏറെ കോലാഹലങ്ങൾ സൃഷ്ടിച്ച ഈ കേസിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും മുൻ MLA-മാരുമടക്കം 38 പ്രതികളാണ് വിചാരണ നേരിടുന്നത്. നീതിക്കായുള്ള കൊല്ലപ്പെട്ട ആളുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും നീണ്ട കാത്തിരിപ്പിന് വിരാമമിടുന്ന ഈ ഒരു നിർണായക അറസ്റ്റ് പശ്ചിമ ബംഗാൾ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2021 മെയ് 2 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന വേളയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായ ആക്രമണങ്ങളാണ് അരങ്ങേറിയത്. തൃണമൂൽ കോൺഗ്രസിന്റെ തുടർഭരണം ഉറപ്പായതിന് തൊട്ടു പിന്നാലെ രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ ഭരണകക്ഷി പ്രവർത്തകർ അഴിച്ചുവിട്ട ആക്രമണ പരമ്പരകളിൽ നിരവധി ജീവനുകളാണ് പൊലിഞ്ഞത്. കൊൽക്കത്തയിലെ നാക്കൽദംഗ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉൾപ്പെടുന്ന ശീതളതല ലൈനിൽ താമസിച്ചിരുന്ന അവിജിത് സർക്കാർ എന്ന BJP പ്രവർത്തകനും ഈ ഭീകരതയ്ക്ക് ഇരയാവുകയായിരുന്നു. ഫലം വന്ന അന്നേ ദിവസം രാത്രി ഒരു സംഘം ആക്രമികൾ അവിജിത് സർക്കാരിന്റെ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ആവേശത്തിൽ നടന്ന ഈ ഒരു ആക്രമണം കൊൽക്കത്ത നഗരത്തെ ഒന്നടങ്കം നടുക്കി. സംസ്ഥാനത്ത് നടന്ന തിരഞ്ഞെടുപ്പാനന്തര ആക്രമണങ്ങളിലെ പോലീസിന്റെ പക്ഷപാതരഹിതമായ നടപടികളും നിഷ്ക്രിയത്വവും വളരെ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. BJP പ്രവർത്തകനായ അവിജിത് സർക്കാരിന്റെ കുടുംബം നൽകിയ പരാതിയെ തുടർന്ന് പൊതു താൽപര്യ ഹർജിയുടെ അടിസ്ഥാനത്തിലും കൊൽക്കത്ത ഹൈക്കോടതി വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. സംസ്ഥാന പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്താത്ത കോടതി കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് സമഗ്രമായ അന്വേഷണത്തിനായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെ ചുമതലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ 2021 ഓഗസ്റ്റ് 25 കേസിന്റെ ചുമതല CBI ഔദ്യോഗികമായി ഏറ്റെടുക്കുന്നത്. കൊൽക്കത്ത ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് CBI സംഘം ഈ കൊലപാതക കേസിന്റെ സങ്കീർണമായ ചുരുളഴിക്കാൻ തുടങ്ങിയത്. കൊലപാതകം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ മുഖ്യപ്രതികളിൽ ഒരാളായ ഗോപാൽ ദാസ് എന്ന വിശാൽ പോൾ ഒളിവിൽ പോവുകയായിരുന്നു. നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ പശ്ചിമ ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിലും അയൽ സംസ്ഥാനങ്ങളിലും മാറി മാറി ഒളിവിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ. പ്രതിയെക്കുറിച്ച് കൃത്യമായ വിവരം നൽകുന്നവർക്ക് അന്വേഷണ ഏജൻസി 50,000 രൂപ പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. വർഷങ്ങളായി പോലീസിന്റെയും CBIയുടെയും കണ്ണു വെട്ടിച്ചു കഴിഞ്ഞിരുന്ന ഇയാളെ കണ്ടെത്താൻ അതീവ രഹസ്യമായ നീക്കങ്ങളാണ് CBI നടത്തിയത്. അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയും സൈബർ സെല്ലിന്റെയും രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ശക്തമായ ഇടപെടലിലൂടെയുമാണ് ഒടുവിൽ പ്രതിയുടെ താവളം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചത്. നോർത്ത് 24 പഗാനസ് ജില്ലയിലെ രബീന്ദ്ര നഗറിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന രഹസ്യ കേന്ദ്രം CBI സംഘം വളയുകയായിരുന്നു. അറസ്റ്റിനു ശേഷം കൊൽക്കത്തയിലെ റൈസ് അവന്യൂ സെഷൻസ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. 4 വർഷത്തോളമായി നീണ്ടുനിന്ന ഒളിവ് ജീവിതത്തിന് വിരാമമിട്ടുകൊണ്ട് നിയമത്തിന് മുന്നിൽ പ്രതിയെ കൊണ്ടുവരാൻ സാധിച്ചത് CBIയുടെ വലിയൊരു നേട്ടമായാണ് വിലയിരുത്തപ്പെടുന്നത്. കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിൽ പങ്കാളികളായ മറ്റ് ഉന്നതരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് അന്വേഷണത്തിന്റെ പ്രതീക്ഷ. അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം CBI കൊൽക്കത്തയിലെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേസിലാകെ 38 പ്രതികളാണുള്ളത്. ഇതിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നത് രാഷ്ട്രീയ രംഗത്ത് വലിയ കോലാഹലങ്ങൾക്ക് കാരണമായി. അന്നത്തെ തൃണമൂൽ MLA ആയിരുന്ന പരേഷ് പാൽ, മുൻ തൃണമൂൽ കൗൺസിലറായ സ്വപൻ സമദാർ, പാപ്പിയാക്കോഷ് എന്നിവരുൾപ്പെടെയുള്ള പ്രമുഖർക്കെതിരെ ഗുരുതരമായ കുറ്റങ്ങളാണ് ചുമത്തിയിട്ടുള്ളത്. കൊലപാതകത്തിന് പിന്നിൽ വലിയ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രാദേശിക ഭരണാധികാരികളുടെ നേരിട്ടുള്ള അറിവോടെയാണ് അവിജിത് സർക്കാരിനെ ഇല്ലായ്മ ചെയ്തതെന്നും കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. പശ്ചിമ ബംഗാൾ രാഷ്ട്രീയ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പാനന്തര ആക്രമണങ്ങൾ എല്ലായിടത്തും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. എതിർപക്ഷത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലുള്ള ഇത്തരം ആക്രമണങ്ങൾ ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളിൽ ഭീതി പരത്തുന്നവയാണ്. അവിജിത് സർക്കാരിന്റെ കൊലപാതകം ബംഗാളിലെ ക്രമസമാധാന നിലയുടെ തകർച്ചയിലേക്കാണ് വിരൽ ചൂണ്ടിയത്. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന്റെ അഹങ്കാരത്തിൽ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടുന്ന ഭരണകക്ഷി നിലപാടുകൾക്കെതിരെ BJPയും മറ്റ് പ്രതിപക്ഷ കക്ഷികളും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ കേസിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കൾ പ്രതികളായി വരുന്നത് ബംഗാൾ രാഷ്ട്രീയത്തിൽ ഭരണകക്ഷിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നാണ്. ഭർത്താവിന്റെ ദാരുണമായ കൊലപാതകത്തിനിരയായ അവിജിത് സർക്കാരിന്റെ കുടുംബം കഴിഞ്ഞ 4 വർഷമായി നീതിക്കായുള്ള നിയമ പോരാട്ടത്തിലാണ്.
ഫലം പുറത്തുവന്ന ദിവസം സ്വന്തം കൺമുന്നിൽ വെച്ച് ക്രൂരമായി കൊല്ലപ്പെട്ട പ്രിയപ്പെട്ടവന്റെ ഓർമ്മകളുമായി അവർ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഒടുവിൽ ഫലം കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. മുഖ്യപ്രതിയുടെ അറസ്റ്റിലൂടെ തങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം. കേസിൽ സ്വാധീനമുള്ള രാഷ്ട്രീയ നേതാക്കൾ പ്രതികളായതിനാൽ വിചാരണ അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നുവെങ്കിലും CBIയുടെ ശക്തമായ അന്വേഷണവും ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണവും ഇവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. കൊലയാളികൾക്ക് അർഹമായ ശിക്ഷ ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. നിലവിൽ കൊൽക്കത്തയിലെ കോടതിയിൽ ഈ ഒരു കേസിന്റെ വിചാരണ നടപടികൾ അതിവേഗം പുരോഗമിക്കുകയാണ്. മുഖ്യപ്രതി ഗോപാൽ ദാസിന്റെ അറസ്റ്റോടെ കേസിന്റെ വിചാരണ കൂടുതൽ വേഗത്തിലാകുമെന്നാണ് കരുതപ്പെടുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുന്നതിലൂടെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ, ഗൂഢാലോചനയിൽ പങ്കെടുത്ത മറ്റുള്ളവർ, ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ എന്നിവരെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ലഭിക്കും. കുറ്റപത്രത്തിൽ പേരുള്ള മുൻ MLA പരേഷ് പാൽ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളുടെ വിചാരണയും വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകും. തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രോസിക്യൂഷൻ വിഭാഗം. രാഷ്ട്രീയ കൊലപാതകങ്ങളും അതിനെ തുടർന്നുള്ള നിയമ പോരാട്ടങ്ങളും ജാതിമത രാഷ്ട്രീയ ഭേദമന്യേ ജനാധിപത്യ വ്യവസ്ഥയിൽ ഗൗരവത്തോടെ കാണേണ്ട വിഷയങ്ങളാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ എതിർശബ്ദങ്ങളെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്ന പ്രവണത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നായാലും അത് ശക്തമായി അപലപിക്കപ്പെടേണ്ടതാണ്. വർഷങ്ങളോളം ഒളിവിൽ കഴിഞ്ഞ മുഖ്യപ്രതിയുടെ അറസ്റ്റ് നിയമവാഴ്ചയുടെ വിജയം കൂടിയാണെങ്കിലും ഇനിയൊരിക്കലും ഇത്തരം പൈശാചികമായ ആക്രമണങ്ങൾ കേരളത്തിലോ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലോ ആവർത്തിക്കപ്പെടാത്ത തരത്തിലുള്ള കർശനമായ നിയമ നടപടികളാണ് ഇനിയുള്ള കാലത്ത് ഉണ്ടാകേണ്ടത്. നീതി വൈകിയേക്കാം, എന്നാൽ ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായി ഈ കേസിന്റെ വിചാരണ നടപടികൾ മാറുമെന്നും യഥാർത്ഥ കുറ്റവാളികൾക്ക് അർഹമായ ശിക്ഷ ഉറപ്പാക്കപ്പെടുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നടന്ന ആക്രമണ പരമ്പരകളിൽ പൊലിഞ്ഞുപോയ BJP പ്രവർത്തകൻ അവിജിത് സർക്കാരിന്റെ കൊലപാതക കേസ് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയൊരു പാഠമാണ്. കേസിൽ ഉൾപ്പെട്ടിരിക്കുന്ന മുൻ തൃണമൂൽ MLA അടക്കമുള്ള 38 പ്രതികളും വരും ദിവസങ്ങളിൽ നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരും. ഈ വിചാരണയിലൂടെ അവിജിത് സർക്കാരിന്റെ കുടുംബത്തിന് പൂർണ്ണമായ നീതി ലഭിക്കുകയും പശ്ചിമ ബംഗാൾ മണ്ണിൽ ഇനിയൊരു രാഷ്ട്രീയ കൊലപാതകം ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ ഒരു മാതൃകയാവുകയും ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.